അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പി ജയരാജൻ ഏറ്റുപറയുകയും ചെയ്തു. കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിരപരാധിയും അപരാധിയുമാക്കുക. ഇവിടെ അദ്ദേഹത്തെ അപരാധിയാക്കിയിരിക്കുന്നു. പക്ഷേ അദ്ദേഹം ഒരു തെറ്റുകാരനല്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വേണു, ഇതെന്ത് സ്റ്റേറ്റ്മെന്റാണ്? ഈ സ്റ്റേറ്റ്മെന്റ് എന്തിന്റെ അടിസ്ഥാനത്തിൽ റെജി ലൂക്കോസ് ന്യായീകരിക്കാൻ വേണ്ടി പോകുന്നത്? ശരി, ഞാൻ വീണ്ടും വായിച്ചു. ടീച്ചർ അതിൽ സംശയമില്ല. അവിടെയാണ് പി ജയരാജൻ കുറെ കൂടെ കൃത്യമായിട്ട് പറഞ്ഞത്. എന്താണ് ഇതുപോലെ വേണു അങ്ങനെ നിസ്സാരമായി കാണരുത്. അതൊരു അപാകതയല്ല, അപകടകരമായ സ്റ്റേറ്റ്മെന്റ്. ഒരു തലമുറക്ക് അപകടകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് പാർട്ടി നേതാവ് നൽകുന്നു. ശരി, ഈ സ്റ്റേറ്റ്മെന്റ് ഏറ്റുപിടിച്ചാണ് വരും തലമുറ വരിക. അത് അപാകതയല്ല, കുറ്റകരമായ അനാസ്ഥയാണ്, തിരുത്തപ്പെടേണ്ടത്. ശരി, പക്ഷെ അവിടെയും ശൈല ടീച്ചർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പറയുന്ന കുഞ്ഞികൃഷ്ണ മാഷൊന്നും ആ ഭാഗത്ത് തന്നെ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പോ ഈ പറയുന്ന കോടതിയുടെ കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ എപ്പോഴും നീതിപൂർവമായിരിക്കണമെന്നില്ല. കോടതിയുടെ കണ്ടെത്തലുകൾ എപ്പോഴും പൂർണ്ണമായും നീതിപൂർവമായിരിക്കണമെന്നില്ല. പിന്നെ പലപ്പോഴും കോടതികൾ തന്നെ അവരുടെ ഉത്തരവുകൾ തിരുത്തുന്ന ഘട്ടം വന്നിട്ടുമുണ്ട്. അതൊക്കെ നമ്മുടെ മുന്നിലുള്ളതാണ്. അല്ലല്ല വേണു, ഈ കേസിന്റെ ട്രാക്ക് റെക്കോർഡ് ഒരു കേസ് മാത്രം വെച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്. അടിയന്തരാവസ്ഥ കാലത്തെ സംബന്ധിച്ച് കുറ്റസമ്മതം എത്ര പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് സുപ്രീം കോടതി പറഞ്ഞത്? എത്ര പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട്? അതിനിടയിൽ ഇടിമുറികളിൽ എത്ര ജീവൻ